ഹായ് ഫ്രണ്ട്സ്, കേട്ടഡ് കാറ്റഗറി 1 EVSുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരല്ലേ, ഞാൻ ആൻസർ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ ആൻസറൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണ് സ്കോർ കിട്ടിയത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകൃതി കൃഷിയുടെ ആചാര്യൻ ആര്? മസനോബു ഫുക്കുവോക്ക, സാലിം അലി, MS സ്വാമിനാഥൻ, ജോർജ് വർഗീസ്. പ്രകൃതി കൃഷിയുടെ ആചാര്യൻ ആരാണ്? മസനോബു ഫുക്കുവോക്കയാണ് പ്രകൃതി കൃഷിയുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 എന്ന വർഷം ശാസ്ത്രലോകത്ത് പ്രാധാന്യമറിയിക്കുന്നത് എന്തുകൊണ്ട്? അന്താരാഷ്ട്ര രസതന്ത്ര വർഷം, അന്താരാഷ്ട്ര ക്രിസ്റ്റലോഗ്രാഫി വർഷം, ആവർത്തന പട്ടികയുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര പ്രകാശ വർഷം. 2019 എന്ന വർഷം ശാസ്ത്രലോകത്ത് പ്രാധാന്യമറിയിക്കുന്നത് എന്തുകൊണ്ടാണ്? ആവർത്തന പട്ടികയുടെ അന്താരാഷ്ട്ര വർഷമാണ് 2019. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവകേരള കർമ്മ പദ്ധതിയിൽ എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടത്? ലൈഫ്, സാന്ത്വനം, ഹരിത കേരളം, ആർദ്രം. അപ്പോൾ നവകേരള കർമ്മ പദ്ധതിയിൽ 4 മിഷനുകളാണ്. ഹരിത കേരളം മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ലൈഫ്, ആർദ്രം. അപ്പോൾ ഇതിൽ ഹരിത കേരളം വെള്ളം, വൃത്തി, വിളവ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മതനിരപേക്ഷ ജനാധിപത്യ വിദ്യാഭ്യാസം. അതേപോലെ ആർദ്രം എന്താണ്? ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ. ലൈഫാണ് എല്ലാവർക്കും പാർപ്പിടം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ലൈഫ്. 2024 ഭൗമദിന സന്ദേശം: നമ്മുടെ ഭൂമിയെ പുനഃസ്ഥാപിക്കുക, നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക, കാലാവസ്ഥാ പ്രവർത്തനം, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2024 ഭൗമദിന സന്ദേശം: നമ്മുടെ ഭൂമിയെ പുനഃസ്ഥാപിക്കുക 2021 സന്ദേശമാണ്. നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക എന്നത് 2022. അതേപോലെ കാലാവസ്ഥാ പ്രവർത്തനം 2020 തീമാണ്. അപ്പോൾ ഇതിൽ 2024 ഭൗമദിന സന്ദേശമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് രഹിത പ്രപഞ്ചം എന്നതാണ് 2024 ഭൗമദിന സന്ദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപടഫലം ഏത്? കശുമാങ്ങ, ആപ്പിൾ, സബർജില്ലി ഇവയെല്ലാം. കപടഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായി പൂവിൻ്റെ അണ്ഡാശയം അല്ലെങ്കിൽ ഓവറിയാണ് ഫലമായി തീരുന്നത്. എന്നാൽ അണ്ഡാശയമല്ലാതെ മറ്റേതെങ്കിലും ഭാഗം ഫലമായി മാറുകയാണെങ്കിൽ അത്തരം ഫലങ്ങളാണ് ഫാൾസ് ഫ്രൂട്ട് അല്ലെങ്കിൽ കപടഫലം എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ ആൻസർ കശുമാങ്ങ, ആപ്പിൾ, സബർജില്ലി ഇതൊക്കെ കപടഫലങ്ങളാണ്. അപ്പോൾ ആൻസർ എന്താണ്? ഇവയെല്ലാം എന്നതാണ് ആൻസർ. അപ്പോൾ കശുമാങ്ങ നമുക്കറിയാം സീഡിൻ്റെ താഴത്തെ ഭാഗത്തു നിന്നാണ് വളരുന്നത് അല്ലേ. അതേപോലെ ആപ്പിൾ, സബർജില്ലി എന്നിവയിൽ പൂവിനെ താങ്ങി നിർത്തുന്ന ഭാഗമായ തലാമസ് ആണ് ഫ്രൂട്ടായി മാറുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതൊക്കെ കപടഫലങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പരിസ്ഥിതി വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ത്? പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക, പരിസ്ഥിതി സംബന്ധമായ അറിവുകളും ധാരണകളും നേടുക, വിദ്യാർത്ഥികളെ പരിസ്ഥിതി പരിചാരകരാക്കുക, പ്രക്രിയാശേഷികളുടെ വികസനം. എന്താണ് പരിസ്ഥിതി വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം? വിദ്യാർത്ഥികളെ പരിസ്ഥിതി പരിചാരകരാക്കുക എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനാധിപത്യത്തിൻ്റെ പ്രഥമവും ഏറ്റവും താഴെത്തട്ടിലുള്ളതുമായ ഘടകം. ജനാധിപത്യത്തിൻ്റെ പ്രഥമവും ഏറ്റവും താഴെത്തട്ടിലുള്ളതുമായ ഘടകമാണ് പഞ്ചായത്ത് ഭരണസമിതി, വാർഡ്, ഗ്രാമസഭ, നിയമസഭ, രാജ്യസഭ. ജനാധിപത്യത്തിൻ്റെ പ്രഥമവും ഏറ്റവും താഴെ തട്ടിലുള്ളതുമാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. ഇതിൽ
ഈ ഒരു ഗ്രാമസഭയിൽ ആ വാർഡിലുള്ള എല്ലാ വോട്ടർമാരും അംഗങ്ങളായിരിക്കും. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ പ്രഥമവും താഴെ തട്ടിലുള്ളതുമായ ഘടകമാണ് ഗ്രാമസഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വാസഗൃഹം സ്വയം നിർമ്മിക്കാത്ത ജീവി. ഇത് നമ്മൾ ഷെൽട്ടർ എന്നുള്ള ഭാഗമായിട്ട് റിലേറ്റ് ചെയ്താണ്. താഴെ പറയുന്നവയിൽ വാസഗൃഹം സ്വയം നിർമ്മിക്കാത്ത ജീവി ഏതാണ്? തത്ത, സിംഹം, എലി, മണ്ണിര. എന്താണ് കറക്റ്റ് ആൻസർ? സിംഹം. ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകാത്ത വാതകം ഏത്? ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകാത്ത വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേൻ, അമോണിയ. ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകാത്ത വാതകമാണ് അമോണിയ. അമോണിയയാണ് കറക്റ്റ് ആൻസർ. ഗ്രീൻ ഹൗസ് ഇഫക്റ്റാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണം, അതുപോലെ ആഗോളതാപനം. അപ്പോൾ ഇതിൽ ഈ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമായ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥേനൊക്കെ. അപ്പോൾ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകാത്ത വാതകം ഏതാണ്? അമോണിയ. നെക്സ്റ്റ്, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് അന്നജമായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൽ നോക്കിയ ഒന്നാമത്തെ പ്രസ്താവന, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. അത് കറക്റ്റാണ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വിടുന്ന വാതകമാണ് ഓക്സിജൻ. അപ്പോൾ ഒന്നാമത്തത് ശരിയാണ്. രണ്ടാമത്തെ എന്താണ്? രാത്രിയിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അത് തെറ്റാണ് അല്ലേ? പ്രകാശ സംശ്ലേഷണം സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. ലൈറ്റ് റിയാക്ഷനും ഉണ്ട്, ഡാർക്ക് റിയാക്ഷനും ഉണ്ട് അല്ലേ? ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ഈ പ്രകാശഘട്ടം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. പ്രകാശഘട്ടം നടന്നതിന് ശേഷമാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അപ്പോൾ അതാണ് തെറ്റ്. രണ്ടാമത്തത് തെറ്റാണ്. മൂന്നാമത്തെ നോക്കിയേ, ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. അത് കറക്റ്റാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസ് അന്നജമായി മാറ്റുന്നു. അങ്ങനെയാണ് അവർ ശേഖരിക്കുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 1, 3, 4 കറക്റ്റാണ്. രണ്ടാമത്തത് തെറ്റായ പ്രസ്താവനയാണ്. അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപിക അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടം. അനിവാര്യമായ എന്നാണ് കേട്ടോ. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ അടുത്തതായിട്ട് ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ തരാം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അന്വേഷണാത്മക പഠനത്തിൽ ഈ 5E ഘട്ടങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണാത്മക പഠനത്തിൽ അധ്യാപിക അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന ഘട്ടമാണ് എക്സ്പ്ലോർ. ഓപ്ഷൻ ബി എക്സ്പ്ലോർ ആണ് കറക്റ്റ് ആൻസർ. കുട്ടികൾ അവർ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഘട്ടമാണ് എക്സ്പ്ലോർ. ഈ ഘട്ടത്തിലാണ് അവരുടെ അന്വേഷണത്തെ സഹായിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ ആൽക്കലിയുടെ സ്വഭാവമല്ലാത്തത് ഏത്? ആൽക്കലി ഇപ്പോൾ നമുക്കറിയാം 7 എന്ന് പറഞ്ഞാൽ pH 7 ആയിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്രലാണ്. ശുദ്ധജലത്തിൻ്റെ pH 7 ആണ്. ഒരു സൊല്യൂഷൻ്റെ pH 7 കുറവാണെങ്കിൽ ആസിഡും 7 കൂടുതലാണെങ്കിൽ ആൽക്കലിയാണ്. 1 മുതൽ 7 വരെയാണെങ്കിൽ ആസിഡാണ്. 7 മുതൽ 14 വരെയാണെങ്കിൽ ആൽക്കലിയാണ്. 7 വന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധജലമാണ്, അതായത് ന്യൂട്രലാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. തന്നിരിക്കുന്നതിൽ ആൽക്കലിയുടെ സ്വഭാവമല്ലാത്തത് എന്താണ്? ആസിഡ് ലിറ്റ്മസിൻ്റെ നിറം നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതാണ് എന്ത്? ആസിഡ്.
അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്ന വസ്തുവാണ് ആസിഡ്. അപ്പോൾ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു എന്നത് ആസിഡുകളുടെ സ്വഭാവമല്ല, ആൽക്കലിയുടെ സ്വഭാവമാണ്. അതുപോലെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ്, അത് ആൽക്കലിയുടെ സ്വഭാവം അല്ല. ചവർപ്പുള്ള സ്വാദ്, വഴുവഴുപ്പുള്ളത്, ഇതൊക്കെ ആൽക്കലിയുടെ സ്വഭാവമാണ്. അപ്പോൾ ആൽക്കലി ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു. ചവർപ്പുള്ള സ്വാദ്, വഴുവഴുപ്പുള്ളത്, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്നതാണ്. അത് ആസിഡിൻ്റെ സ്വഭാവമാണ്. ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം: പരീക്ഷണം, നിരീക്ഷണം, ഗ്രൂപ്പ് ചർച്ച, പ്രോജക്റ്റ്. ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രമാണ് നിരീക്ഷണം. ഇപ്പോൾ ഉദയസൂര്യനെ നോക്കി നിൽക്കുന്ന ഒരാളുടെ മുൻവശം കിഴക്ക്, പിൻവശം പടിഞ്ഞാറ്, ഇടതുവശം വടക്ക്, വലതുവശം തെക്ക്. താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ആൻസർ നിരീക്ഷണമാണ്. അപ്പോൾ ദിക്കറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ പ്രാവശ്യത്തെ കേട്ടറ്റ് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുക. ഓൾ ദ ബെസ്റ്റ്.